ഞാൻ എല്ലാ വർഷവും ഇവിടെ കൃഷ്ണേന്ദു എന്ന് പറയുന്ന ആയുർവേദ സെൻറ്ററിൽ ട്രീറ്റ്മെൻറ്റിനായിട്ട് വരും. അത് ഈ ചിങ്ങോലി എന്ന് പറയുന്ന സ്ഥലത്താണ്, കായംകുളത്തിനടുത്ത്. അപ്പോൾ ഇപ്രാവശ്യം അവിടെ എല്ലാ വർഷവും വരുന്നതാണ്. പിഴിച്ചിൽ നടത്തി വെക്കുക, അല്ലെങ്കിൽ എനിക്ക് നടക്കാൻ കാലിന് വലിയ പ്രശ്നം ഉണ്ടാവും. ഇപ്രാവശ്യം യഥാർത്ഥത്തിൽ മെയ് അവസാനം വരേണ്ടതാണ്. അന്നിവിടെ ഞാൻ ഉപയോഗിക്കുന്ന റൂം ഒഴിവില്ലാത്തതുകൊണ്ട് ഈ 22-ാം തീയതി ആയിപ്പോയി, ജൂൺ 22. അപ്പോൾ ജൂൺ 22 മുതൽ 1-ാം തീയതി വരെ ഞാനിവിടുത്തെ ട്രീറ്റ്മെൻറ്റിലാണ്. അത് കാരണം എനിക്ക് ഹിന്ദു പത്രം കിട്ടുന്നില്ല. പല ഇൻ്റർനാഷണൽ ന്യൂസുകളും എനിക്കത് കാരണം കിട്ടുന്നില്ല. ടി വിയിൽ വല്ലപ്പോഴും കാണുന്ന മാത്രമേ ഉള്ളൂ. ഇടവേളകളിൽ, അതായത് ട്രീറ്റ്മെൻറ്റ് ഇടവേളകളിലാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നതൊക്കെ. ഇപ്പോൾ ഇന്ന് ഒരു വല്ലാത്ത വാർത്ത കാണാനിടയായി. ഒരാൾ അധികാരത്തിൽ ഇരുന്നുകൊണ്ട്, ഒരു മന്ത്രിയായിട്ടിരിക്കുകയാണ്, ഇരുന്നുകൊണ്ട് സ്വന്തം പേരിൽ തുക അനുവദിക്കുക, സബ്സിഡി, അത് കാണാനിടയായി. അത് ചില്ലറയൊന്നുമല്ല, 99.6 ലക്ഷം രൂപയാണ് അനുവദിച്ചെടുത്തേക്കുന്നത്. അത് 2024 മന്ത്രി, അതായത് കേന്ദ്ര കൃഷി സഹമന്ത്രിയായിട്ട് നിയമിതനായ ഭഗീരഥ് ചൗധരി, അയാൾ രാജസ്ഥാനിലെ അജ്മേറിൽ നിന്നുള്ള ആണ്, BJP MP ആണ്. അയാൾ മന്ത്രിയായിപ്പോയി. ഈ മന്ത്രിയാവുന്നതിന് മുമ്പ് അയാൾ 2018 അയാളും അയാളുടെ മകൻ സുഭാഷും ഇതേപോലെ സബ്സിഡിക്ക് അപേക്ഷിച്ചു. അന്നത് തള്ളിപ്പോയി, കിട്ടിയില്ല. സബ്സിഡിക്ക് അർഹത ഇല്ലാത്തത് കൊണ്ട് കിട്ടിയില്ല. അന്നാരോ വിവരമുള്ള മന്ത്രി അവിടെ ഇരുന്നു, എന്തായാലും കൊടുത്തില്ല. ഇയാൾ 2024 മന്ത്രിയായി. ഇപ്പോൾ 2018 കിട്ടിയില്ല, 2024 മന്ത്രിയായി കഴിഞ്ഞോണ്ടേ ഈ ഒരു ഹോർട്ടിക്കൾച്ചറൽ സംയോജിത വികസന പദ്ധതി എന്ന് പറയുന്ന ഒരു പദ്ധതിയുണ്ട്. അത് ഈ കേന്ദ്ര കൃഷി മന്ത്രാലയത്തിൻ്റെ കീഴിൽ വരുന്നതാണ്. ഈ പദ്ധതിയിൽ ഇയാൾ കക്കിരി കൃഷി കേട്ടോ, അതായത് രാജസ്ഥാനിലെ കക്കിരിത്തോട്ടം ഇയാൾക്കുണ്ട്. അപ്പോൾ ഉണ്ടെന്ന് അത് പറഞ്ഞുകൊണ്ട് അതിന് വേണ്ടി സബ്സിഡിക്ക് അപേക്ഷിച്ചു. ഇതിന് സാധാരണ സബ്സിഡി കൊടുക്കുന്നതെന്ന് പറയുന്നത് പദ്ധതി ചെലവിൻ്റെ പകുതി, അല്ലെങ്കിൽ 1 കോടി രൂപ വരെ അതേ കൊടുക്കുള്ളൂ, അതാണ്. പക്ഷേ ഇത് ഇയാൾക്ക് 99.6 ലക്ഷം രൂപ കിട്ടി. ഇനി 1 കോടി തികയാൻ അതിനകത്ത് വെറും 40,000 രൂപയും കൂടെ മതി. അപ്പോൾ 1 കോടി രൂപ തികഞ്ഞേനെ. അത് കിട്ടിയില്ല കേട്ടോ, 40,000 രൂപ കുറഞ്ഞു പോയിട്ടുണ്ട്. ഏതായാലും ഇയാൾ ഈ കൃഷി കാർഷിക ഈ തോട്ടത്തിൻ്റെ ഈ പദ്ധതിയിൽ ചേരാൻ അപേക്ഷ കൊടുത്തതെന്ന് 2018 ഒരു ആപ്ലിക്കേഷൻ കൊടുത്തു. അത് അയാളും അയാളുടെ മോനും ഒക്കെ കൊടുത്തു, തള്ളിപ്പോയി. അത് കഴിഞ്ഞ് 2024 ഇയാൾ മന്ത്രിയായല്ലോ. മന്ത്രിയായി കഴിഞ്ഞോണ്ടേ അതിനുശേഷം 2025 ഏപ്രിൽ 15 ഇയാൾ വീണ്ടും ഇതുപോലെ അപേക്ഷ കൊടുത്തു. ആ അപേക്ഷ 29-ാം തീയതി തന്നെ, അതായത് ഏപ്രിൽ 15-ാം തീയതി കൊടുത്തു, 29-ാം തീയതി അനുവദിക്കുകയാണ് അപേക്ഷ ഈ പദ്ധതി ചേരാനായിട്ട്, ഈ തോട്ടത്തിൻ്റെ അതിന്. എന്നിട്ട് ഇതിന് ശേഷം ഏതാണ്ട് ഒരു അടുത്ത ഈ കഴിഞ്ഞ മാർച്ചിൽ ആണ് ഈ തുക അനുവദിക്കുന്നത്. ഈ തുക അനുവദിക്കുന്നത് ഇന്ത്യൻ എക്സ്പ്രസ് പത്രമാണ് ഇത് റിപ്പോർട്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇത് നമ്മളൊന്ന് കാണേണ്ട കാര്യം എന്താണെന്നറിയോ? അതായത് ഇത് ഇപ്പോൾ ഇത് ഒരു മന്ത്രി ഇയാളാണ് ഈ പറയുന്ന ഈ പദ്ധതിയുടെ, അതായത് ഈ പറയുന്ന പദ്ധതിയുടെ വൈസ് പ്രസിഡൻ്റായിട്ട് ഇരിക്കുന്നത് ഇയാളാണ്. അയാളാണ് ഇത് അനുവദിക്കുന്നത്, ഹോർട്ടിക്കൾച്ചറൽ സംയോജിത വികസന പദ്ധതി. ഇതിനകത്ത് അയാളിലാണ് അതിൻ്റെ ആ പദ്ധതിയുടെ ഈ വൈസ് പ്രസിഡൻറ്റ്. അയാൾ അവിടെ ഇരുന്നുകൊണ്ടാണ് ഈ തുക അനുവദിക്കുന്നത്, സബ്സിഡി. നീ ഇത് നോക്കിക്കോണം, സ്വന്തം മന്ത്രാലയത്തിൽ നിന്ന് സ്വന്തം പേരിൽ ഈ തുക അനുവദിച്ചെടുക്കുകയാണ്. അയാൾക്ക് വലിയ കൃഷിക്കാരനാണെന്ന് അയാൾ പറയുന്നത് എന്താണെന്നറിയോ? ഇതെല്ലാം ചട്ടപ്രകാരം ചെയ്തതാണെന്ന്. എന്നിട്ട് ഇതിൻ്റെയൊക്കെ ഫോട്ടോ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നെന്ന്. ഇയാൾ തന്നെ ഇതൊക്കെ ചെയ്തേക്കുന്നേ. എന്നിട്ട് പറയുന്നത് അതിൻ്റെ ഫോട്ടോ അയച്ചു കൊടുത്തു, മറ്റ് രേഖകളൊക്കെ ഹാജരാക്കി. അതാണ് കാര്യം. അങ്ങനെ ഫോട്ടോയും അയച്ച് രേഖയെ ഹാജരാക്കി കഴിഞ്ഞാൽ ഈ കക്കിരിത്തോട്ടത്തിന് ഇതേപോലെ കിട്ടും.
ഈ കക്കരിത്തോട്ടത്തിനകത്ത് എത്ര എണ്ണം വേണം ഇതുപോലെ ഈ ഇത് ഈ ഇത്രയും ഒരു 99.6 ലക്ഷം രൂപ കിട്ടണമെന്നുണ്ടെങ്കിൽ, സബ്സിഡി കിട്ടണമെങ്കിൽ എത്ര കക്കിരി വേണമെന്ന് ആലോചിച്ച് നോക്കിക്കോളൂ നമുക്ക്. ഇതാണ്, ഈ രീതിയിലാണ് പോകുന്നത്. BJP ഒരഴിമതിയും കാണിക്കത്തില്ല കേട്ടോ. അഴിമതി അവർ രേഖാപ്രകാരമാണ്, ചട്ടപ്രകാരം ചെയ്തേക്കുന്നതാണിത്. ഇയാളുടെ അടുത്ത് കൃഷി ചെയ്തുകൊണ്ട് ഇയാൾ വീട്ടിൽ ഇരുന്നാൽ പോരെ? മന്ത്രിയായിട്ടിരിക്കേണ്ട കാര്യമുണ്ടോ? മന്ത്രിയായിട്ട് ഇരുന്നാൽ ഒരു മര്യാദ വേണ്ടേ? അത് സ്വന്തം മന്ത്രാലയത്തിൽ നിന്ന് സബ്സിഡി ഇതുപോലെ എഴുതിയെടുക്കുക എന്ന് പറയുന്നത് വളരെ വലിയ തോന്നിവാസമല്ലേ? ഇത് ഇയാൾ മാത്രമല്ല, ഒരു IAS കൊടുത്തിട്ടുണ്ട്. IAS എന്ന് പറയുന്നത് ഡയറിയുടെ വകുപ്പും അതുപോലെ പല ഇതിൻ്റെ ചുമതല വഹിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റിലെ ഒരു സെക്രട്ടറിയാണ്. ആ IAS 94 ബാച്ചിലുള്ള ഒരു IAS നരേഷ് പാൽ ഗാംഗ് എന്ന് പറയുന്ന ആൾ. അയാൾക്കും അയാളുടെ കുടുംബത്തിനും ഇതേപോലെ കൃഷിക്ക് 1.16 കോടി രൂപയാണ് സബ്സിഡി കൊടുത്തേക്കുന്നത്. അപ്പോൾ അയാൾ ഭരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ടിരിക്കുന്നതാണ് കേന്ദ്ര ഗവൺമെൻറ് സെക്രട്ടറി. അയാൾക്കും അയാളുടെ കുടുംബത്തിനും ഈ എഴുതിയെടുത്തേക്കുന്നത് 1.16 കോടി രൂപയാണ്. അപ്പോൾ ഒരാളുടെ പേർക്ക് മാത്രമല്ല, അയാളും അയാളുടെ ഫാമിലിക്കും കൂടാണ് ഇത് വന്നേക്കുന്നത്. അപ്പോൾ ഒരാൾക്ക് മാത്രമാണെങ്കിൽ 1 കോടി രൂപ ലിമിറ്റുണ്ട്. ഇത് 1.16 കോടി രൂപ എന്ന് പറയുന്നതാണ് ഫാമിലിയും കൂടെ ചേർത്ത് റെഡിയാക്കി എടുത്തേക്കുന്നതാണ്. ഇത് കൃഷിക്ക് സബ്സിഡിയാണ് ഈ ചട്ടപ്രകാരം. അതായത് ഈ ഹോർട്ടിക്കൾച്ചറൽ സംയോജിത വികസന പദ്ധതി, ഈ പദ്ധതിയാണ്. ഈ പദ്ധതിയിൽ നിന്നാണ് എഴുതിയെടുത്തേക്കുന്നത്. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇത് ഈ അഴിമതിയുടെ മഞ്ഞുമലയുടെ ഒരറ്റമാണ് നമ്മൾ കാണുന്നത്. ഞാനിതിപ്പോൾ ഇതൊക്കെ പ്രധാനമന്ത്രി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മന്ത്രിസഭയിൽ ഒരുത്തൻ ഇരുന്നുകൊണ്ട് അവൻ സ്വന്തമായിട്ട് 99.6 ലക്ഷം രൂപ എഴുതിയെടുക്കുന്നു സബ്സിഡി എന്നുള്ള നിലയ്ക്ക്. ഞാൻ പറഞ്ഞില്ലേ, ഇയാൾ മന്ത്രിയായി ഇരിക്കേണ്ട കാര്യം എന്തുവാ? ഇയാൾക്ക് പോയി കക്കിരിയും കൃഷി ചെയ്തുകൊണ്ടിരുന്നാൽ പോരെ? അങ്ങനെ കണ്ട് കക്കിരി കൃഷി ചെയ്തെന്നും പറഞ്ഞ് ഈ പരിപാടി ഇയാൾക്ക് നേരത്തെ അറിയാം. അതുകൊണ്ടാണ് 2018 ഇയാളും ഇയാളുടെ മകൻ സുഭാഷും ഇതുപോലെ അപ്ലൈ ചെയ്തു. അത് തള്ളിപ്പോയി. കാരണം അന്ന് വിവരമുള്ള ആരാണ്ട് മന്ത്രാലയത്തിലുണ്ട്. അതുകൊണ്ടാണ് അത് തള്ളിപ്പോയത്, കൊടുത്തില്ല. അപ്പോൾ അയാൾ നോക്കിയിരുന്നു. മന്ത്രിയായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതൊരു പ്രശ്നമില്ലല്ലോ, സ്വന്തം പേരിൽ എഴുതിയെടുക്കാമല്ലോ. ഇങ്ങനെ ഏതെങ്കിലും മന്ത്രിമാർക്ക് എഴുതിയെടുക്കാൻ അനുവദിക്കാൻ പാടുണ്ടോ? സ്വന്തമായിട്ട് ഈ തീരുമാനമെടുത്ത് സ്വന്തം മന്ത്രി വകുപ്പിൻ്റെ കീഴിൽ നിന്ന് ഇത് എഴുതി വാങ്ങിക്കുകയാണ്. ഇത്രയും രൂപ, 99.6 ലക്ഷം രൂപ. ഈ നാട്ടിൽ ഈ രാജ്യത്ത് എത്ര പട്ടിണി പാവങ്ങൾ കിടപ്പുണ്ട്, അവർക്കൊന്നും ഇല്ല. പക്ഷേ ഈ മന്ത്രിമാർ ആയിട്ടിരുന്നുകൊണ്ട് ഇത് വേറെ ഏതെങ്കിലും മന്ത്രാലയത്തിൽ നിന്ന് ഇതുപോലെ പണം എഴുതിയെടുക്കുന്നുണ്ടോ എന്ന് ഇനി അന്വേഷിക്കേണ്ട കാര്യമാണ്. ഏതായാലും ഇന്ത്യൻ എക്സ്പ്രസ് നടത്തിയ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം കൊണ്ട് അവർ വെളിയിൽ കൊണ്ടുവന്ന ന്യൂസാണിത്, ഈ വാർത്തയാണ്. അത് മാതൃഭൂമിയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഏതായാലും ശരി, ഇത് ഇയാളുടെ കയ്യിൽ നിന്ന് ഈ തുക തിരിച്ചു പിടിക്കണം. ഇതിനകത്ത് അയാൾ പടവും കാണിച്ച് രേഖകളും ഹാജരാക്കുന്നതാണ് കക്കിരിയുടെ, കേട്ടോ. ഇതാണ് കാണുന്നത്. ഇനി പറയും അതൊക്കെ കക്കിരി പറിച്ചു പോയതാന്ന് പറയും. എനിക്ക് നോക്കിയാൽ വല്ലതും കാണും അവിടെ. ഇത്രയും രൂപ അങ്ങ് പോയി. ഇതുപോലെ എത്ര പേർക്കായിരിക്കും വഴിവിട്ട സഹായങ്ങൾ കിട്ടുന്ന ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. ഇതൊക്കെ അഴിമതിയല്ലേ, കൊടിയ അഴിമതി.